എല്ലാവർക്കും അഞ്ജലിന ഫാഷൻസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സരിത. ഇന്ന് നമ്മൾ തീരെ സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് ക്ലാസ് ആണ് നോക്കാൻ പോകുന്നത്. സ്റ്റിച്ചിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചാലും തീരാത്ത കാര്യങ്ങളുണ്ട്, അതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട, വളരെ കുറച്ച് നമുക്ക് അറിയേണ്ട കുറച്ച് സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. ആ സാധനങ്ങളൊന്ന് ആദ്യം നോക്കുന്നു, പിന്നെ പഠിക്കുന്നതനുസരിച്ച് ഓരോന്നോരോന്നായിട്ട് നമ്മൾ പരിചയപ്പെട്ടു വരുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനും പിന്നെ ചില പുതിയതായിട്ട് പരിചയപ്പെടുന്ന സാധനങ്ങളുടെ പേരൊക്കെ നമ്മൾ മറന്നുപോകൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്കും പേനയും നമുക്ക് എന്തായാലും വേണം. പിന്നെ നമുക്ക് സ്കെയിലിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്ക് ഈ ടൈപ്പ് സ്കെയിൽ കിട്ടും, കർവ് സ്കെയിൽ എന്നാണ് പറയുക. ഇത് നമുക്ക് ഈ പാൻറ്റൊക്കെ ഷേപ്പ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഒരു സ്ട്രൈറ്റ് സ്കെയിലും വേണം. പിന്നെ മെഷറിംഗ് ടേപ്പ്, ഇതിപ്പം രണ്ട് സൈഡിലും ഇഞ്ച് വരുന്ന മെഷറിംഗ് ടേപ്പാണ്. ഒരു സൈഡിൽ സെൻറ്റിമീറ്ററും ഒരു സൈഡിൽ ഇഞ്ച് വരുന്നതും ഉണ്ടാവും. ഏതാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഒരു മെഷറിംഗ് ടേപ്പ് ആവശ്യമുണ്ട്. പിന്നെ മാർക്കിംഗ് ചോക്ക്, അത് ഈ ടൈപ്പ് ഇങ്ങനെ എൻ്റെ അടുത്ത് ഇതൊരു പീസ് തന്നെ ഉള്ളൂ. സാധാരണ ഞാൻ ഈ പെൻസിൽ ടൈപ്പാണ് യൂസ് ചെയ്യാറുള്ളത്. ഏതാണെങ്കിലും കുഴപ്പമില്ല. ഒരു പാക്കറ്റിനോടൊപ്പം എല്ലാ ഷെയ്ഡും വരും, അത് ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും വേണം. പിന്നെ നമുക്ക് നൂല് വേണം, അതുപോലെ സൂചി കാര്യങ്ങളൊക്കെ അതൊക്കെ പിന്നെ നമുക്ക് വഴിയെ നോക്കാവുന്നുള്ളൂ, ഹാൻഡ് നീഡിൽ കാര്യങ്ങളൊക്കെ. നൂലും അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡും വേണം. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ലൈറ്റ് കളർ തുണിയിൽ ഡാർക്ക് ഇട്ടാണ് അടിക്കുക, എന്നാലേ നമുക്ക് ആ ഒരു എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇത് സ്റ്റിച്ച് റിമൂവറാണ്. ഇത് നമുക്ക് സ്റ്റിച്ചിൽ എന്തെങ്കിലും കറക്ഷനൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. പിന്നെ ഇത് കട്ടറാണ്, നമ്മൾ നൂല് കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് ഫ്രഞ്ച് കർവ്, ഇത് നമുക്ക് നെക്ക്, ആം ഹോൾ ഇങ്ങനെയുള്ള ഭാഗമൊക്കെ വരയ്ക്കുമ്പോഴത്തേക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്പാണ്. അപ്പം ഇത് ഒരെണ്ണം ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ വേണ്ടത് സിസേഴ്സ് ആണ്. സിസേഴ്സ് അതുപോലെ തന്നെ പല ടൈപ്പ് ഉണ്ട്. സ്റ്റിച്ചിങ്ങിൻ്റെ പുരോഗതി അനുസരിച്ചിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് വാങ്ങിയാൽ മതി. പിന്നെ നമുക്ക് അയൺ ബോക്സ്, നമ്മൾ മെറ്റീരിയൽസ് എപ്പോഴും അയൺ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഇതുപോലുള്ള ഒരു പാക്കറ്റ് പൊസിഷനിങ് പിന്നൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇതിങ്ങനെ പിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇനി മെഷീനുകളെ പറ്റി പറയുമ്പോഴത്തേക്ക് തുടക്കക്കാർക്ക് ഏറ്റവും നല്ലത് ചെറിയ ടേബിൾ ടോപ്പ് മെഷീനുകൾ യൂസ് ചെയ്യുന്നതാണ്. വേറൊന്നും കൊണ്ടല്ല, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ നല്ല എളുപ്പമാണ്. നമ്മൾ കാലുകൊണ്ട് ഇങ്ങനെ പ്രഷർ കൊടുക്കുന്ന അനുസരിച്ചിട്ടാണ് അതിൻ്റെ ആ സ്റ്റിച്ച് മൂവ്മെൻറ്റ് വരുന്നത്. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ചെറിയ ടേബിൾ ടോപ്പിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിനായിട്ടുള്ള എല്ലാ മെഷീൻസും നമ്മൾ സിംഗർ, ബ്രദർ, ജെനോം ഏതാണെങ്കിലും ശരി, നമ്മൾ ടേബിൾ ടോപ്പിൻ്റെ എല്ലാ മെഷീൻസിൻ്റെയും ഈ നൂല് കോർക്കുന്നത്, ബോബിൽ നൂല് ചുറ്റുന്നത്, ഇതെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ കയ്യിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള മെഷീൻസേ ഉള്ളൂവെങ്കിൽ അതിലും സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പ്രാക്ടീസ് കൂടുതൽ വേണ്ടി വരും എന്ന് മാത്രം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ജൂക്കിയാണ്. ജൂക്കിയിലും എങ്ങനെയാണ് നൂല് കോർക്കുന്നത്, ബോബിൽ നൂല് ചുറ്റുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരവർ യൂസ് ചെയ്യുന്ന മെഷീൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനുസരിച്ചിട്ട്, അത് അറിയാൻ പാടില്ലാത്തവർ അത് നോക്കിയിട്ട് അത് ത്രെഡിങ്ങും കാര്യങ്ങളൊക്കെ അതിൽ നോക്കിയിട്ട് മനസ്സിലാക്കിയാൽ മതി. ഇനി സ്റ്റിച്ചിങ് പഠിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ഇപ്പോൾ ചെറിയ ചെറിയ പീസുകൾ എടുത്താൽ മതി. ഇങ്ങനെ ഇപ്പം പഴയ ഒറിജിനൽ നല്ല ഫാബ്രിക് തന്നെ വേണമെന്നൊന്നുമില്ല. പഴയ ബെഡ്ഷീറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എടുത്താൽ മതിയാവും. പക്ഷേ എടുക്കുന്ന സമയത്ത് കോട്ടൺ ആയിട്ടുള്ള ഫാബ്രിക്, ഇപ്പം ഇതുപോലെ ഇങ്ങനെ വഴുക്കി പോകുന്ന മെറ്റീരിയലൊക്കെ എടുത്തു കഴിഞ്ഞാൽ തുടക്കക്കാർക്ക് ഇങ്ങനെ അതിൽ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇങ്ങനെ സ്ട്രൈറ്റ് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തീരെ സ്റ്റിച്ച് ചെയ്ത് പരിചയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ചെറുതായിട്ട് പരിചയമുള്ളവരാണെങ്കിൽ ഈ ഒരു വരയുടെ ആവശ്യമില്ല, ഇല്ലാണ്ട് തന്നെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ചസ് ചെയ്ത് പഠിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ഡാർക്ക് കളർ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് കളർ നൂലിട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഏതെങ്കിലും ലൈൻസ് ഒക്കെ ഇങ്ങനെ സൈഡിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആദ്യം ഈ വരകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ വരകളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ വര ഇടാണ്ട് തന്നെ സ്ട്രൈറ്റ് സ്റ്റിച്ചുകൾ 2-3 ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സിക്സാക്ക് ഷേപ്പിലൊക്കെ ഇങ്ങനെ കർവുകൾ വരച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യാം. ഞാൻ സാധാരണ ഇങ്ങനെ കർവുകൾ വരച്ച് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നതിന് പകരം നമ്മൾ ശരിക്കുള്ള കർവ് കട്ട് ചെയ്യിപ്പിച്ചിട്ട് അതിനൊന്ന് ഫോൾഡ് ചെയ്യിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റാറുണ്ട്. ജൂക്കി പോലുള്ള മെഷീനിൽ ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർ നീഡിൽ മാറ്റിയിട്ട് വേണം പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഇപ്പോൾ നീഡിൽ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ബോബിനും നൂലും ഒക്കെ റിമൂവ് ചെയ്ത് വെക്കണം, ഇല്ലെങ്കിൽ നൂലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആ കാലിൻ്റെ പ്രഷർ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാനിതൊന്ന് കാണിക്കുന്നതാണ്. ഇവിടുത്തെ ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടോ, ഈ ഇതിൻ്റെ സ്പീഡ് ഇങ്ങനെ പതുക്കെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു വിധത്തിൽ എത്തുന്നവരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പം നമ്മളിങ്ങനെ സ്ട്രൈറ്റ് ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ വരയുടെ മുകളിലൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. തുടക്കക്കാർ പതുക്കെ സ്റ്റിച്ച് ചെയ്താൽ മതി. നമ്മൾ ആ ലൈൻ നോക്കി ഇങ്ങനെ സ്പീഡ് കുറച്ച് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അപ്പം
ഈ ലൈനിൻ്റെ പുറത്തോട്ട് പോയോ ഇല്ലയോ എന്നുള്ളത് ഇത് മാക്സിമം ഈ ഒരു ലൈനിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. രണ്ടാമതും അതുപോലെ തന്നെ നമ്മൾ ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്, ഇതിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക, സ്പീഡ് കുറച്ച് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. പ്രാക്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സ്പീഡായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാം. പിന്നെ ഇത് ഓക്കെയാണ്, ഇത് ലൈനിലൂടെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ലൈൻ ഇല്ലാത്തത് നോക്കാം. അടുത്ത് സെൻറ്ററിലൂടെ ഇങ്ങനെ ലൈൻ ഇല്ലാണ്ട് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ വൈറ്റ് കളറാണ്, നമ്മൾ ഈ വരയുള്ള ഭാഗത്ത് നോക്കുന്നതിൽ നല്ലത് ഇങ്ങനെ മറു സൈഡിൽ നോക്കാൻ പറ്റും. പിന്നെ അത് ഇത് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഈ കർവ് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഈ സ്ട്രൈറ്റ് ലൈൻ തന്നെ ഇങ്ങനെ ഈ എഡ്ജ് ഇങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ശരിക്കും ഈ സ്ട്രൈറ്റ് ലൈൻ ഓക്കെ ആയതിനു ശേഷം ചെയ്താൽ മതി. എഡ്ജസ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക, അതിന് ശേഷം ഒന്നുകൂടെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഈ എൻഡിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഈ ഫോൾഡിങ്ങിൻ്റെ എൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. മാറിപ്പോവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവും, കുഴപ്പമൊന്നുമില്ല. പ്രാക്ടീസ് പതുക്കെ ചെയ്താൽ മതി. വേണമെങ്കിൽ ആദ്യം കുറേ പ്രാവശ്യം നമുക്ക് ഈ സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം, അതിന് ശേഷം എൻഡിൽ ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത് നോക്കുക. ഇതൊരു ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് പ്രാക്ടീസിന് വേണ്ടി ചെയ്യുന്നതാണ്, അത്രമാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ ഈ കണ്ടോ, ഈ ഫോൾഡിങ്ങിൻ്റെ കറക്റ്റ് എൻഡിലേക്ക് സ്റ്റിച്ച് വന്നു. ഇങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ്ട്രൈറ്റ് ലൈനിൽ നമ്മൾ പെർഫെക്റ്റ് ആയി. ഈ ലൈനിൽ നമ്മൾ ഒന്നും നോക്കാനില്ല. ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ തൊട്ടടുത്ത സ്റ്റെപ്പ് കർവിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, സ്ട്രൈറ്റ് ലൈൻ കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് കർവാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. സ്ട്രൈറ്റ് ലൈനിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഈ കർവിൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു ഫാബ്രിക് രണ്ടായിട്ട് മടക്കി ഇങ്ങനെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ ചെറിയ കുട്ടികളുടെ പാൻറ്റി ലൈനിൻ്റെ ആ ഒരു കർവ് ഷേപ്പ് അല്ലെങ്കിൽ പെറ്റിക്കോട്ടിൻ്റെ ആം ഹോളിൻ്റെ ഷേപ്പ് അങ്ങനെയൊക്കെ വരില്ലേ, ആ ഒരു മെത്തേഡാണ് സാധാരണ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ കഴിഞ്ഞാൽ പഠിക്കാറുള്ളത്. ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സി പോർഷൻ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ഒന്നിച്ചിങ്ങനെ ഫോൾഡ് ചെയ്യാൻ ട്രൈ ചെയ്യരുത്. ശരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് ഇത് ഫോൾഡ് ചെയ്യേണ്ടത്. ആദ്യം കുറച്ച് ഭാഗം ഇങ്ങനെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്യും, കുറച്ച് സ്റ്റിച്ച് ചെയ്യും, അതിനുശേഷം ബാക്കിയുള്ള ഫോൾഡ് ചെയ്യും, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒറ്റയടിക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുന്നു എന്നുള്ളൂ. പിന്നെ ഈ കർവ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കർവിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെയും ഈ സ്റ്റിച്ചസ് പോവേണ്ടത് നമ്മൾ ഈ ഫോൾഡ് ചെയ്തതിൻ്റെ ഏറ്റവും ഇടത് ഭാഗത്തുള്ള അറ്റത്ത് കൂടിയാണ്. അത് ചില സമയത്ത് നമുക്ക് വലത്തോട്ടും സെൻറ്ററിലോട്ടും ഒക്കെ കയറിപ്പോവും. അതനുസരിച്ച് ഈ കർവിൻ്റെ ഷേപ്പ് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് വരുന്നതനുസരിച്ച് അത് നല്ല കറക്റ്റായിട്ട് ആ ഒരു ലെഫ്റ്റിൽ അറ്റത്തുകൂടി തന്നെ പോവാറുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ബോബിൻ്റെ നൂലും മുകളിലുള്ള നൂലും നമ്മളിങ്ങനെ ഒന്ന് വലിച്ച് പിന്നിലേക്ക് ഇട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ചില സമയത്ത് ഈ ഒരു നൂലിങ്ങനെ പുറത്തേക്ക് ചാടി പോവാറുണ്ട്. പിന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഫോൾഡിങ് സ്റ്റിച്ചൊക്കെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് മാനുവലായിട്ട് തന്നെ നമുക്ക് ഈ മെഷീൻ്റെ റൈറ്റ് സൈഡിലെ വീലൊന്ന് തിരിച്ചിട്ട് നീഡിൽ പൊസിഷൻ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെച്ചിട്ട് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ആ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പോർഷൻ ഇങ്ങനെ ഇളകി പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഈ കർവ് പോർഷനൊക്കെ വളരെ സമയമെടുത്ത് സ്ലോ ആയിട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ സ്ട്രൈറ്റ് ലൈനും കർവ് ലൈനും ഒക്കെ പറഞ്ഞുവെങ്കിലും ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ചിലപ്പം ഇതൊക്കെ ഇങ്ങനെ എത്ര വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം ടൈം എടുത്ത് സ്ട്രൈറ്റ് ലൈനൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് സ്ട്രൈറ്റ് ലൈൻ തന്നെ ഫോൾഡിങ്ങും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഈ കർവ് ലൈനൊക്കെ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചാൽ മതിയാവും. കർവ് ലൈൻ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വരുന്നോ അതനുസരിച്ചിട്ട് നമുക്ക് ഉടനെ തന്നെ അടുത്ത് കർവ്, അതായത് മെയിനായിട്ട് നമ്മൾ എന്ത് പഠിക്കുവാണെങ്കിലും ഈ ഒരു കർവ് ലൈനാണ് അതിൻ്റെ ഒരു ബേസ് ആയിട്ട് വരുന്നത്. ആം ഹോൾ ആണെങ്കിലും നെക്ക് ആണെങ്കിലും ഒക്കെ. അപ്പം ഇത് പെർഫെക്റ്റായി വരുന്നതനുസരിച്ച് നമുക്ക് അടുത്ത പാറ്റേൺ വൈസ്, അതായത് ഡ്രസ്സ് വൈസൊക്കെ നമുക്ക് മൂവ് ആവാൻ പറ്റും. പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ ഈ ഒരു കർവ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും വേറെ തുണിയെടുത്ത് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേ കർവ് തന്നെ നമുക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞ പോർഷൻസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെയും ഫോൾഡ് ചെയ്ത് ഇങ്ങനെ മാക്സിമം നമുക്ക് പറ്റാവുന്നിടത്തോളം ഈ രണ്ട് സൈഡിലായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ കർവ് സ്റ്റിച്ച് ചെയ്ത ഭാഗത്തു നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെയും പല പ്രാവശ്യം രണ്ട് സൈഡിൽ നിന്നായിട്ട് നമുക്ക് കിട്ടാവുന്നിടത്തോളം കർവുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇൻ കേസ് നമ്മളിതൊക്കെ ചെയ്തിട്ടും അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് വരുന്നില്ലെങ്കിൽ പുതിയ തുണി എടുത്തിട്ട് ഇതേ പ്രൊസീജിയർ തന്നെ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ കുറച്ചുകൂടി നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളവർക്ക് നമ്മൾ നേരത്തെ തന്നെ ഒരു തുണിയിൽ ഇങ്ങനെ ഒരു സിക്സാക്കിൻ്റെ ഷേപ്പൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സിക്സാക്ക് ഷേപ്പ് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ രണ്ട് സൈഡിലും ഇങ്ങനെ കൈകൾ ചേർത്ത് പിടിച്ചിട്ട് ഇതേ ഷേപ്പിൽ ഇങ്ങനെ വളച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി.
പിന്നെ അതുപോലെ കുറച്ച് അതൊന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ സിക്സാക്ക് വരയ്ക്കാണ്ട് തന്നെ മൈൻഡിൽ നമ്മൾ അങ്ങനെ ഒരു എസ് പോലെ ഒരു ഷേപ്പ് മൈൻഡിൽ വിചാരിച്ചിട്ട് ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു ഷേപ്പിലേക്ക് അങ്ങനെ പല പല ഷേപ്പുകൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. പിന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് ഇന്ന ഷേപ്പ് തന്നെ വേണം എന്നൊന്നുമില്ല. വെറുതെ ഒരു റൗണ്ട് വരയ്ക്കുക, എന്നിട്ട് ആ ഒരു റൗണ്ടിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കുക. അങ്ങനെ പറ്റാവുന്നിടത്തോളം മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കിയത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.